ഗൈസ് നമ്മളിപ്പോ കുന്നുംപാറയിലോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കണ്ട വഴിയാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടത്. അതെ, ഇത് വളരെ മനോഹരമായ സ്ഥലമായിരുന്നു. വെങ്ങാനൂർ പൂങ്കുളം ജംഗ്ഷനിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഓണാക്കി നടക്കുകയാണ് ഗൈസ്. നമ്മൾ നടന്ന് ഇങ്ങനെ ഒക്കൊണ്ടിരിക്കുക. അങ്ങനെ നടന്നു പോയപ്പോ ഒരു വ്യൂ കണ്ട് ഗൈസ്, അടിപൊളിയായിരുന്നു. വ്യൂ കൊണ്ട് എന്റെ കൂട്ടുകാരൊക്കെ കണ്ണും തള്ളി നിൽക്കുകയാണ്. കണ്ടോ ഗൈസ്, അത് കുളവും ഇത് അപ്പുറത്ത് കാണുന്നത് കടലുമാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടോ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ സാഹചര്യം കൊണ്ട് നടക്കാത്ത. ഇത് അരുന്ധതി MS. ഈ പ്രദേശം CCTV നിരീക്ഷണത്തിലാണ്. നമ്മൾ ഒരു ശ്രീ അശുദ്ധാത്മ മുനിപ്പാറ സംരക്ഷണ സമിതിയിലോട്ട് എത്തി. അശുദ്ധാത്മ എന്തൊക്കെ വിശേഷണങ്ങളാണല്ലേ. ഗൈസ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. കാണിച്ചുതരാം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ ആൻഡ് മൂട്ട്. അനുഷ കൊച്ച് ഏതാണ്ട് വീഗർലാൻഡ് പോണ വൈബിലതോ തുള്ളി പോണുണ്ട്. എവിടേക്കാണാവോ? അതോ വഴി തിരിഞ്ഞു പോയി. അനുഷ എവിടെയൊക്കെ പോയാണ്. We peep into a pool which is covered with a waste. താഴെ ഷെയ്ഡായിട്ട് കാണുന്നത് കടലാണ് കേട്ടോ. ഇത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി കഴിഞ്ഞു. നമ്മളൊരു കുന്ന് കയറി പോവാണ്. തനുജ കയ്യരോ തനുജ കൈതാ. ഓക്കെ. Yes, we are in the top post point. നമ്മളെ മറ്റേ ബ്രയോക്കിലോ മറ്റേ ഇലയും ചെടി വന്നത് ചൊടക്ക് ഓപ്പൺ ഷിയർ. ഇതിന്റെ പേരെന്താ? ഇത് മറ്റേ ഫോണിൽ കാണുന്നേക്കാളും മനോഹരമാണ് കേസി വ്യൂ. എവിടെ ഹനുമാൻ ചവിട്ടിയ കാൽപാദം? ഹനുമാൻ ചവിട്ടിയ കാൽപാദം ഉണ്ടെന്ന് പറഞ്ഞ അപർണ നമ്മളെ കൊണ്ടുപോവുകയാണ്. എനിക്കറിയത്തില്ല അവൾ എന്താണ് കാണിച്ചു തരാൻ പോകുന്നതെന്ന്. കേസ് വെള്ളം കയറി കിടക്കുന്ന അത് ഹനുമാന്റെ കാൽപാദം ഒന്നെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. നമ്മളിപ്പോൾ കുന്നുംപാറ അമ്പലത്തിന്റെ പാറയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുകയാണ്. കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം നമുക്ക്. ഫോട്ടോ എടുക്കാം. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഗേസ്. വൈസ് ബിക്കോസ് ദർ ഇസ് എ ടെമ്പിൾ. ഇവിടെ മനോഹാരിത കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പാറകൾക്കിടയിലൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു വൈകിട്ട് സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ആണ് ഗേസ് ഇവിടെ. ബട്ട് നമ്മളൊന്നും ഇല്ലാതിരിക്കണം, എന്നാലേ ആ പീസ്ഫുൾ എൻവയോൺമെന്റ് കിട്ടത്തുള്ളൂ. ഇതാണ് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയിൽ ഇടുന്ന അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നാണ് പറയുന്നത്. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഒരു റീലിലാണ് കണ്ടത്, എനിക്കറിഞ്ഞിട്ട്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബിരിയാണി. എന്താ അത്? ഫംഗസ് ആണ് ഇതാണെന്നാണ് പറയുന്നത്. ഇതുപോലത്തെ ഒരു സാധനമല്ലേ എടുത്ത് കാണിക്കുന്നത്. അപർണയും അരുന്ധതിയും കണ്ടിട്ടുണ്ടത്. വീഡിയോ ഇതല്ലേ സൂപ്പർ. നമ്മൾ പാറയിൽ നിന്നിറങ്ങി അമ്പലത്തിന്റെ മറുവശത്തിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ കാണുന്നത് കടലാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതുവഴി നടക്കാനൊക്കെ നല്ല സുഖം. നമ്മൾ പടി കയറിയല്ല വന്നത്, നമ്മൾ വേറൊരു വഴി കൂടെയാണ് വന്നത്. അപ്പോൾ നമ്മൾ വേറെ സൈഡിലൊന്ന് കയറി. ഇതിപ്പോൾ പടിയുള്ള സൈഡാണ്. ഇവിടെ ഒരു ചെടിയിലുണ്ടാ, അറ്റത്ത് തുമ്പുണ്ട്, അറ്റത്ത് മുള്ളുണ്ട്. ആ മുള്ളിൽ കുറെ പൂക്കൾ ഇങ്ങനെ കുത്തി പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് അരുന്നത് ഇവിടെ കണ്ടുപിടുത്തം. ഇവിടെ നല്ല മനോഹരമായ പൂവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹെലിക്കോണിയ. അരുന്നത് പറ, ഇതെന്താ ഹെലിക്കോണിയ? അക്യൂമുലേറ്റയോ? അക്യൂമുലേറ്റ്. സ്വാമികളൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് അവരറിയാതെ എടുക്കുന്നതാണ്. അവരറിഞ്ഞ തന്നെ അവരെന്നെ വെട്ടിക്കൊല്ലും കേസ്. ഇങ്ങോട്ട് വന്ന എനർജി അങ്ങോട്ട് പോകുമ്പോ ഇല്ല കേസ്. ചത്ത് ഒരു ചായ കിട്ടിയാ കൊള്ളാന്നുണ്ട് അല്ലേ പറഞ്ഞേ? സുന്ദര
നടക്കുന്നതേ കഷ്ടപ്പെട്ടാണ് അതിന്റെ പാട്ടും കൂടെ പാടുന്നത്. വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ കാണുവതും നമ്മുടെ യാത്ര കുറച്ച് അനുസ 2 വാക്ക് പറയട്ടെ. പാറ അനുഷ സൂപ്പറായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലാതെ പറച്ചില്. ഇന്ന് നമ്മളുടെ സെം തീർന്ന ദിവസമാണ്. നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. 3 മാസം എക്സാമിന് ശേഷമാണ് നമ്മളിന്ന് ഫ്രീ ആയത്. ഫീൽ സോ റിലാക്സ്ഡ്. അതെ അതെ അതെ. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്.